ഹലോ ഫ്രണ്ട്സ്, ക്യാംകോയുടെ ഡയറ്റിയർ ഷുഗർ ഫ്രീ ഡാർക്ക് ചോക്ലേറ്റാണ് ഞാനിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇത് അവർ പറയുന്ന ചോക്ലേറ്റ് ദാറ്റ് കീപ്സ് യു ഫിറ്റ് എന്നാണ്. ശരിക്കും ഷുഗർ ഫ്രീ ആണ്, ഡാർക്ക് ചോക്ലേറ്റും ആണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷനാണ് അല്ലേ. ഇതിൻ്റെ വില വന്നിട്ട് 60 രൂപയാണ്. 50 ഗ്രാമാണ് ഞാൻ ഈ കാണിക്കുന്ന പാക്കറ്റിൻ്റെ ക്വാണ്ടിറ്റി. ഇതൊരു ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇത് പ്യുർ ചോക്ലേറ്റിൽ നിന്നാണ് അവർ എടുത്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മധുരത്തിനായിട്ട് ഷുഗർ ആൽക്കഹോൾ മോൾട്ടിറ്റോൾ ഇതിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ മോൾട്ടിറ്റോൾ ഈവൻ അതൊരു ഷുഗർ ആൽക്കഹോൾ ആണെങ്കിലും അത് പല്ല് ദ്രവിപ്പിക്കത്തില്ല, അതായത് ടൂത്ത് ഡീക്കേ ഉണ്ടാക്കത്തില്ല എന്നവർ പറയുന്നുണ്ട്. സോ എവറി ബൈറ്റ് ഈസ് സോ റൈറ്റ് എന്നാണ് ഈ ചോക്ലേറ്റിനെ പറ്റി അതിൻ്റെ കമ്പനി അവകാശപ്പെടുന്നത്. ഇനി നമുക്ക് ഈ ചോക്ലേറ്റ് അൺറാപ്പ് ചെയ്യാം. ഏറ്റവും പുറമേ ആയിട്ട് ഒരു പേപ്പർ ബോക്സ് കവറിംഗ് ആണുള്ളത്. അതിൻ്റെ ഉള്ളിലായിട്ട് നോക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് ട്രേ ഉണ്ട്. ആ ട്രേക്കകത്ത് അനങ്ങാതെയാണ് ഒരു എയർ ഫിൽഡ് പാക്കറ്റിൽ നമ്മുടെ ചോക്ലേറ്റ് ഇരിക്കുന്നത്. എനിക്ക് മനസ്സിലായത് വെച്ച് ഈ ട്രേയുടെ ഉപയോഗം ഈ മുട്ടായി ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് അനങ്ങി അതിൻ്റെ ഷേപ്പും ഫോമും ഒന്നും നഷ്ടപ്പെടാതിരിക്കാനാണ്. ആ ട്രേയിൽ അനങ്ങാത്ത രീതിയിൽ ക്രീമും ഗോൾഡൻ നിറത്തിലുള്ള ഒരു എയർ ഫിൽഡ് പാക്കറ്റിൽ നമ്മുടെ ചോക്ലേറ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പിറകിലായിട്ട് ഡയറ്റിയർ 50 ഗ്രാം എന്നും നോട്ട് ടു ബി സോൾഡ് വിത്തൗട്ട് ഔട്ടർ പാക്ക് എന്നും എഴുതിയിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് ക്യാംകോ എന്ന ഹാർട്ടിൻ്റെ ഷേപ്പിൽ അവരുടെ ലോഗോ ഉണ്ട്. ഈ ഗോൾഡൻ കളറിൽ ഗോതമ്പ് മണി പോലെ കാണുന്നത് ശരിക്കും കൊക്കോ ആണ് കേട്ടോ. കൊക്കോ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് ഏകദേശം ഇതുപോലെയാണ്, പക്ഷേ കുറച്ചുകൂടെ ഗ്രെയിനിയാണ്. ഈ എയർ ഫിൽഡ് പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ ഉള്ളിലായിട്ട് അലുമിനിയം ഫോയിൽ കവറിൽ പൊതിഞ്ഞിട്ട് നമ്മുടെ ചോക്ലേറ്റ് ഉണ്ട്. ഇത് സ്ക്വയർ പീസസ് ആയിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 5x3, അതായത് 15 സ്ക്വയർ പീസസ് ആണ് കമ്പൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് പഴയ മിൽക്കി ബാറിൻ്റെയൊക്കെ ഒരു ഓർമ്മ വന്നു കേട്ടോ. അതും ഇതുപോലെ തന്നെ ഒരു പേപ്പർ ബോക്സ് കവറിങ് ആണ്, പുറത്ത് അകത്ത് ഒരു അലുമിനിയം ഫോയിൽ കവറുണ്ട്. അതുപോലെ എനിക്ക് തോന്നി. അടുത്തതായിട്ട് ഈ അലുമിനിയം ഫോയിൽ കവർ പൊളിക്കുമ്പോഴത്തേക്കും ഉള്ളിൽ ചോക്ലേറ്റ് ഉണ്ട്. ഒട്ടും മെൽറ്റ് ആവാതെ നല്ല രീതിയിലുള്ള കൺസിസ്റ്റൻസിയിൽ അതിൽ പോലെ അവർ ഇംപ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്, ക്യാംകോന്ന് ഇംപ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം പക്കയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ചില ചോക്ലേറ്റിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് ഭയങ്കര ലോ ആയിരിക്കും. ഇതങ്ങനെയൊന്നുമില്ല, നല്ല ടിക്കെന്ന ശബ്ദത്തോടെ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്ന രീതിക്കാണ് കേട്ടോ ഇരിക്കുന്നത്. ഈ അലുമിനിയം ഫോയിൽ പേപ്പർ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഒരു ചോക്ലേറ്റിൻ്റെ മണം വരുന്നുണ്ട്. നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് കോമണായി കിട്ടുന്ന വേറെ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഗാലക്സിയുടെയും, അതിൽ ഏകദേശം 70% ഡാർക്ക് ചോക്ലേറ്റ് ആണ്. പിന്നെ അമൂലിൻ്റെ പല റേഞ്ചിലുള്ളതുണ്ട്, പല പെർസെൻറ്റേജ്, 50%, 30%, അങ്ങനെ പല പെർസെൻറ്റേജിലുള്ള ഡാർക്ക് ചോക്ലേറ്റും കിട്ടും. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ അമൂലിൻ്റെയും ഗാലക്സിയുടെയാണ് നോർമലി ട്രൈ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ക്യാംകോയുടെ ഡാർക്ക് ചോക്ലേറ്റ്, അതും ഷുഗർ ഫ്രീ ചോക്ലേറ്റ് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം. പൊട്ടിച്ചപ്പോൾ കുറച്ച് ആ ഒരു കറക്റ്റ് സ്ക്വയർ പീസിന് തന്നെ കിട്ടിയില്ല. ഇങ്ങനെയാണ് നമ്മൾ ആ സ്ക്വയർ പീസ് ആക്കി എടുത്തപ്പോൾ ഇരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് ഒരു ആനിമേറ്റഡ്, നമ്മൾ ഈ ആനിമേഷൻ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ചോക്ലേറ്റ്. ഇനി ഇതിൻ്റെ ടേസ്റ്റിനെ പറ്റി പറയുവാണെങ്കിൽ അമൂലിൻ്റെ 55% ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട്. ഏകദേശം സിമിലർ ടേസ്റ്റാണ്. പക്ഷേ ഇതിൽ എത്ര പെർസെൻറ്റേജ് ആണെന്ന് അവർ എഴുതിയിട്ടില്ല. പക്ഷേ അത്യാവശ്യം മധുരമുണ്ട്, എന്നാൽ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കയ്പുണ്ട്. നമുക്ക് മടുക്കത്തൊന്നുമില്ല, അതുപോലെ ഭയങ്കര കയ്പായിട്ടും തോന്നത്തില്ല. ചോക്ലേറ്റിൻ്റെ നല്ല മണവും ടേസ്റ്റും ഉണ്ട്. സോ എല്ലാവരും ട്രൈ ചെയ്യുക. ഹെൽത്തിയാണ്, ഡയബറ്റീസ് ഉള്ളവർക്കും കഴിക്കാം. ബൈ ബൈ.